ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരി മസാലയാണ് കേട്ടോ. അപ്പോൾ മസാല ഉണ്ടാക്കാനായിട്ട് കടുകും കുറച്ച് പെരുംജീരകവും ഉണക്കമുളകും ഇട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് അരിഞ്ഞ് ചേർത്ത് ഒന്ന് വഴറ്റാം. ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും കരിവേപ്പിലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതവിടെ കിടന്ന് വഴണ്ട് വരട്ടെ. ചെറിയ തേയിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. കാര്യം ഉൾഭാഗം നല്ലോണം അങ്ങോട്ട് വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഉടഞ്ഞു കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഗ്രേറ്റ് ചെയ്തെടുത്ത് നല്ലോണം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് 2 ഉണ്ടായിരുന്നു, 2 ഗ്രേറ്റ് ചെയ്തെടുത്ത് അതിലേക്ക് ഞാനിപ്പോൾ ചേർത്തത് ചൂടുവെള്ളമാണ് കേട്ടോ. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു പച്ച ടേസ്റ്റ് വരും. അപ്പോൾ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തത്. എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ല തള വരുമ്പോഴത്തേക്കും കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കണത് കസൂരി മേത്തിയാണ് കേട്ടോ. നല്ല ടേസ്റ്റും നല്ല മണമാണ് കേട്ടോ. ഇതൊക്കെ ഈ മസാല കൂട്ടാനുകളൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ്, നല്ലൊരു മണമാണ് കേട്ടോ. കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും. ഉണങ്ങിയ ഉലുവയുടെ ഇലയാണ് കേട്ടോ കസൂരി മേത്തി എന്ന് പറയണത്. നോർത്ത് ഇന്ത്യക്കാരെല്ലാ വിഭവങ്ങളിലും ഉപയോഗിക്കുന്നൊരു സാധനമാണത്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാം. പൂരിയൊക്കെ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. പക്ഷേ ഇതിന് ഇത്തിരി വലിപ്പം കൂടിപ്പോയി. ഞാൻ ഇത്രയും വലുത് പരത്തണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. പിന്നെ വീട്ടിലുള്ളവർക്ക് കഴിക്കാനല്ലേ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ആരും പരാതി പറയില്ലല്ലോ. അപ്പം നമ്മുടെ പൂരി മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ അരിഞ്ഞ് കഷ്ണമായിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടപ്പോൾ. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരി മസാല.